ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹിമാചൽ എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഈ യാത്ര യാദൃച്ഛികമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഒപ്പിച്ചെടുത്ത സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ്സ്, ദിവസങ്ങളോളം നീണ്ടുനിന്ന യാത്രകൾ. സുപരിചിതമല്ലാത്ത മുഖങ്ങൾ, അപ്രതീക്ഷിത അനുഭവങ്ങൾ. തേടി അലഞ്ഞ് സംഘടിപ്പിച്ച താമസ സ്ഥലങ്ങൾ, മാഗി കഴിച്ച് തള്ളി നീക്കിയ ആഴ്ചകൾ. അസഹനീയമായ തണുപ്പിലും കാടും മലയും കയറി ഇറങ്ങിയിട്ടും തീരാത്ത എക്സൈറ്റ്മെൻറ്റ്സ്. അങ്ങനെ പല മനോഹരമായ അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. So hope you guys enjoy some moments from those days. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഹിമാചൽ വന്നാക്കാണ്. ഹിമാചലിൽ കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാണ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ചില്ല ഔട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ 3 ദിവസമായിട്ട് ട്രാവലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഫുള്ള് ചില്ല ഔട്ടാണ്. ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങിയാണ്. ബാക്കി നമുക്ക് വഴിയെ കാണാൻ കാര്യങ്ങളൊക്കെ. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കസോളിലാണ്. കസോളിൽ പുൽഗ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ട്രെക്ക് ഉണ്ട്. മീൻസ് കീർഗംഗ എന്ന് പറയുന്നൊരു ഹോട്ട് വാട്ടർ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലേക്കുള്ള ഒരു 2 to 3 hours ഒരു ട്രെക്ക് ഉണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് പോവാണെന്ന്. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായി. കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. അവിടെ ചെന്ന് ഇന്ന് രാത്രി അവിടെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ കസോളിൽ. 2.5 മണിക്കൂറുള്ളൂ ട്രക്ക്. അതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പയ്യെ ട്രക്ക് ചെയ്ത് കയറുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 to 4 hours ഞങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ടൈം 9 മണിയായി. ഇപ്പോൾ ഒരു 12 മണിക്കുള്ളിൽ മിക്കവാറും അവിടെ എത്തണം. ഓക്കെ, നമുക്ക് നോക്കാം. ഹൽത്തു ആദ്യമായിട്ട് മഞ്ഞ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് മഞ്ഞ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെ 3 മണിക്കൂറോളം ട്രക്ക് കഴിഞ്ഞ് ഞങ്ങളെ ഫസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. നൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താണല്ലേ നോക്കാം.
ഗൈസ് അപ്പോൾ ഫൈനലി കീർഗംഗ എത്തിയിട്ടുണ്ട്. ഇതാണ് കീർഗംഗ. നല്ല കിട്ടില്ലായിട്ട് ചെറിയ രീതിയിൽ സ്നോഫോൾ കിട്ടുമായിരുന്നു. മിക്കവാറും രാത്രി നല്ല സ്നോഫോൾ ആയിരിക്കും. ഇപ്പം മണി 3:30 ഇപ്പം തന്നെ നല്ല സ്നോഫോൾ ഉണ്ട്. എന്താ മൊത്തൊക്കെ അത്യാവശ്യം വന്ന് വീടുണ്ട്. എന്താ ചേട്ടാ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞ ഭയങ്കരമായ ഹാപ്പി. അപ്പോൾ നമുക്ക് ടെൻറ്റ് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും പ്രോബബ്ലി നമ്മൾ എടുക്കണ ടെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു 7 പേരൊക്കെ ഇതിനകത്ത് കയറും. ലാബി ബ്രോ. ഓക്കെ ദിസ് इज फाइन ब्रो. लाइट वगैरह है इसका? लाइट नाइट में आएगा. नाइट में ठीक है. 6:30-7 बजे हम जनरेटर स्टार्ट करते हैं. ठीक है. किधर से भाई? हम लोग केरला से भाई. നിങ്ങൾ സ്നോഫോളിൽ ഊഞ്ഞാലാട കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഉണ്ടോ? സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ടെൻ്റ് എടുത്തു, നടക്കുന്ന ടെൻ്റ് എടുത്തു, സാധനങ്ങളൊക്കെ അതിൻ്റെ അത് വെച്ച് തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മേളിലേക്ക് കീർഗംഗ വാട്ടർ സ്പ്രിങ്സിലേക്ക് പോകണേ. അവിടെ ഒരു ചെറിയ ടെമ്പിൾ പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കീർഗംഗ. ഇതാ പുക തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കീർഗംഗ. പോയി അവിടെ കുളിക്കാൻ പോകണം. ഇപ്പോൾ കീർഗംഗ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് വാട്ടറാണ്. ഹോട്ട് വാട്ടർ സ്പ്രിങ് സാധാരണ ഉണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പാറ ഉണ്ടാവും. ആ പാറയുടെ അടിയിൽ വോൾക്കാനോ ഉണ്ടാവും. അപ്പോൾ വോൾക്കാനോടെ ആ ചൂട് കൊണ്ട് പാറ ചൂടായിട്ടാണ് അതിൻ്റെ മേലുള്ള വെള്ളത്തിൽ തന്നെ. പക്ഷേ ഈ സംഭവം അവിടുന്ന് വൈപ്പിൽ നിന്ന് ഒഴുകുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഒഴുകി വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉറവിടം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അമ്പലം, ഇത് ശിവൻ്റെ അമ്പലം, ഈ അമ്പലത്തിൻ്റെ ഒരു ശക്തി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ പരിപാടിയൊന്നും കാണിക്കാണ്ടിരിക്കുക. ഇതേപോലത്തെ സംഭവങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടൊന്നും എങ്ങനെ ഇടാന്ന് തോന്നുന്നു. ഇതപ്പോൾ ഇവിടെ ആദ്യം ഫുള്ള് ബോഡിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അത് ശരിക്കും ഒരു സീക്രട്ട് വാട്ടറാണ്. പുറത്തുനിന്ന് നമ്മുടെ അവിടെ നിന്ന് തന്നെയല്ല ഉള്ളത്. പുറത്തുനിന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കിയിട്ട് വേണം അകത്തേക്ക് ഇറങ്ങാം. ആന്ന് ചാടിക്കും. കീർഗംഗയിലെ കുളിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല സ്നോഫോൾ ഉണ്ട്. നല്ല ക്രൗഡായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ടെൻറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ ഇവിടെ പിള്ളേരൊക്കെ തീട്ടി കളിക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ കളിച്ചായിരുന്നു, പക്ഷെ ഇപ്പം കളിക്കാനായിട്ട് ത്രാടിയില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ പോണല്ലോ ഒന്നും കൂടി സ്നോയിലൊക്കെ ഒന്ന് കളിച്ച് കീർഗംഗ ഒന്നും കൂടി കയറിയിട്ട് പോകും. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ കീർഗംഗയിലാണെന്ന്. സെക്കൻഡ് ഡേ മോർണിംഗ്. രാവിലെ തന്നെയുള്ള വ്യൂ ആണ്. ഇന്ന് രാവിലെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല കിട്ടില്ല എന്നാണ്. അപ്പോൾ അത് കാരണം ആർക്കും കുളിക്കാനുള്ള സംഭവം ഇല്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് റെഡിയായി പയ്യെ ഇറങ്ങുകയാണ്. മണാലി ചെന്നിട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറയുന്ന നൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ അടിക്കാം. ഇതേപോലെ ട്രക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾ ലൈറ്റ് ഫുഡ് എടുത്താൽ മതി. അപ്പോൾ നമ്മളെ കീർഗംഗയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ 12 മണിയായി. ഭക്ഷണമൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് ട്രക്ക് ചെയ്യണ അടിയിലേക്ക്. നേരെ അടിയിൽ നമ്മുടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ അവിടെ വെച്ചാണ് കാൽക്കൽ.
നേരെ കാൽക്കയിലൊക്കെ പോകണേ. നമ്മൾ ഇന്ന് കൽഗല സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ട് അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാണ്, നല്ല വൈബായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലം മണികരൺ ഗുരുദ്വാര പോകണം. അവിടെ ഒരു ശിവ ടെമ്പിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ മലാന. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണി ആവാറായി, 11:30 ഇവിടെ നിന്ന് ഇറങ്ങാനാണ്. അപ്പോൾ കീർഗംഗ ട്രെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൾഗയിൽ വരിക. കാൾഗയിൽ ഒരു ദിവസം സ്റ്റേ എടുക്കുക. എന്നിട്ട് ഇത് നല്ല റിസോർട്ടാണ്, മൂൺലൈറ്റ് കഫേ. അടിപൊളി കഫേയാണ്. ഇവിടെ വന്നിട്ട് മധുബായി അല്ലെങ്കിൽ രാഹുലിനെ ചോദിച്ചാൽ മതി, എല്ലാവരും ചില്ലാണ്. സ്റ്റേ എടുക്കുക. ഇവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രാവിലെ കീർഗംഗ ട്രെക്ക് ചെയ്യുക. അവിടെ അന്ന് സ്റ്റേ എടുക്കുക. തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം ഒരു സ്റ്റേ കൂടി എടുത്ത് തിരിച്ചു. അപ്പോൾ പെർ ഹെഡ് 200 rupees ഉള്ളൂ. ഭയങ്കര ചീപ്പാണ്. പിന്നെ അടുത്തത് മണികരൻ. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ കീർഗംഗയിലെ വിശേഷങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്കുള്ള നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.